ഈ കേസ് ഇല്ലാക്കഥയാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്ക് കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ളത് എൻ്റെ കയ്യിൽ ഒരു സുപ്രധാന തെളിവുണ്ട്. അത് എഡിറ്റ് ചെയ്തു വെച്ച ചിത്രങ്ങളാണ് എന്ന് പത്മയ്ക്കും അഞ്ജലിക്കും അപ്പൊ തന്നെ അറിയാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ട് പ്രൊമോയിൽ നമ്മൾ കണ്ടത് കോടതി മുറിയിലെ അഞ്ജലി കുട്ടിയും അതുപോലെ തന്നെ രാഘവനുണ്ണിയും തമ്മിൽ അതികഠിനമായി ഏറ്റുമുട്ടുന്ന രംഗങ്ങളാണല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം, ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് എന്ന് പറയുന്ന രാഘവനുണ്ണി തിരിച്ച് അനുപമയെ വീട്ടിലേക്ക് തിരിച്ചു കയറ്റുന്ന ഒരു സീനോട് കൂടിയാണ്. അവിടെ എല്ലാവരും ആകെ ഷോക്കഡായിട്ടിരിക്കുന്നു. അവിടെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ രാഘവനുണ്ണി എൻ്റെ തീരുമാനം ഇതാണ്, അനുപമ ഇനി ഇവിടെയാണ് ജീവിക്കാനായിട്ട് പോകുന്നത്, എൻ്റെ മരുമകളായിട്ട് ഇവിടെ ജീവിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ എപ്പിസോഡ് തീരുകയാണ്. എല്ലാവരും ഷോക്കഡായി നിൽക്കുന്നു. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് ചെയ്തത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് തുടക്കത്തിൽ കാണുന്നതും ഇതേ സീൻ തന്നെ. അതായത് രാഘവനുണ്ണി ഉറപ്പിച്ചു പറയുകയാണ്, അനുപമ ഇവിടെ എൻ്റെ മരുമകളായി തുടരും. പക്ഷെ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് അനുപമയെ പണ്ടത്തെ അതേ പ്രൗഢിയും വിലയും എല്ലാ അവകാശങ്ങളോടും കൂടി തന്നെ ഇവിടെ തുടരുക തന്നെ ചെയ്യും. ഇതിന് ആർക്കെങ്കിലും എതിർപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് പോവാം. ഇങ്ങനെ അറുത്തുമുറിച്ചൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും ഷോക്കഡായി നിൽക്കുകയാണ്. അനുപമ എന്താ പറയാ, അനുപമ ഇങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് എല്ലാം കീഴടക്കിയ ഒരു റാണിയെ പോലെ ഇങ്ങനെ ഒരു സൈഡിൽ അനുപമ നിൽക്കുന്നു. അഭിയാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. അങ്ങനെയാണ് ആ സമയത്താണ് രാഘവനുണ്ണി ഇത് പറയുന്നത്, അനുപമയെ ഇവിടെ കയറ്റാൻ എതിർപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ഇത്രയും പറഞ്ഞ് രാഘവനുണ്ണി പറയും, എനിക്ക് കേസിന് പോകാൻ സമയമായി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രാഘവനുണ്ണി മുകളിലേക്ക് കയറിപ്പോകും. ഇങ്ങനെയാണ് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അനുപമ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് ഒരു പുച്ഛഭാവത്തോടു കൂടി മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകും. എല്ലാം കീഴടക്കി ഇനിയും എൻ്റെ പരിധിയിലായുള്ള കാര്യങ്ങൾ ആരും കൂടുതൽ നെഗളിക്കാൻ നിൽക്കണ്ട എന്നൊരു മുഖഭാവത്തോടു കൂടി അനുപമ മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആദ്യം. പിന്നെ നടക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, അഞ്ജലിയും പത്മയും കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടി തീർത്ത് കളയാൻ വേണ്ടിയിട്ട് പൂർവ്വ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ എപ്പിസോഡിൽ കണ്ടാണ് അർജുൻ ഇതിനിടയിൽ വരുന്നുണ്ട്, ട്രേസ് ചെയ്ത് അവനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നടക്കുന്ന സീൻ നമ്മൾ കാണുന്നത് അർജുന് ഇയാളുടെ പുറകെ ചെല്ലുന്നു. അയാളുമായിട്ട് കുറച്ച് സംഘടനകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അടി ഇടി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാളെ പിടിച്ചോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല കേട്ടോ. അപ്പൊ അത് അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇതേ സമയം തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഓൾറെഡി അതായത് ഹാർഡ് ഡിസ്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല നമ്മൾ അഞ്ജലി കുട്ടിക്ക്. അപ്പൊ അതായത് നോക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് മിസ്സിങ് ആണ്. അപ്പൊ അത് അങ്ങനെ തപ്പി അതൊക്കെ ആലോചിച്ചിരുന്നിട്ട് കുറച്ച് സമയം ഓൾറെഡി പോയിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ സമയം ഓൾറെഡി പോയിരുന്നു. അതുകൂടാതെ പോണ വഴിക്ക് ഈ ഗുണ്ട ഇങ്ങനെ പുറകെ വരുന്നതിന്റെ പേരിൽ ഓൾറെഡി റൂട്ട് മാറിയിട്ടൊക്കെയാ അഞ്ജലി പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം വൈകിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സമയം പോയി. അപ്പോൾ ഈ സമയം തന്നെ കോടതി സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രാഘവനുണ്ണിക്ക് പറ്റിയ അവസരമായി. അതായത് ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അഞ്ജലി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ തവണയും അഞ്ജലി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഇത് ഒരു കച്ചിത്തുരുമ്പായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ രാഘവനുണ്ണിക്ക് മാറുകയാണ്. അപ്പൊ കോടതിയിൽ വെച്ച് രാഘവനുണ്ണി അടിച്ച് കസറുകയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ അഞ്ജലി ഈ പത്മ ഇവർ രണ്ടുപേരും ഹാജരായിരുന്നില്ല. കോടതി നോക്കൂ, ഇന്നും ഇതുവരെ ഹാജരായിട്ടില്ല. ഇത് നമുക്ക് അതായത് കാർത്തികിന്റെ ഏറ്റവും വിലപ്പെട്ട സമയമാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ വിലയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ശരിക്കും പറഞ്ഞ കോടതിയുടെയും കാർത്തികിന്റെയും നമ്മുടെ എല്ലാവരുടെയും സമയം ഈ പത്മ കേസ് എന്നൊരു വെറുതെ എഴുതിയുണ്ടാക്കിയ വെറും ഒരു സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഈ കേസ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കാർത്തികിന്റെ സമയം, കോടതിയുടെ സമയം കളയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ഇവർ വരാതിരുന്നു, ഇന്നും അവർ വരാതിരുന്നു. അവർക്ക് പറയാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇത് വെറുതെ കെട്ടിയുണ്ടാക്കിയ കേസാണ്
അതുകൊണ്ട് എൻ്റെ കക്ഷിയെ വെറുതെ പറഞ്ഞു ഈ കേസ് ക്യാൻസൽ ചെയ്ത് കളയണം എന്നൊക്കെ പറയാണ്. ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പോലും അഞ്ജലിയെ കണക്ക് കൂട്ടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവൻ ഉണ്ണിയെ അടിച്ചങ്ങോട്ട് കസറിയാണ് കേട്ടോ കോടതിയിൽ. കാരണം ഇതുവരെയായിട്ട് അഞ്ജലി എത്തിച്ചേർന്നിട്ടില്ല, പത്മിനി എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ രാഘവൻ ഉണ്ണിക്ക് അവിടെ പറയാനുള്ള വോയിസ് ആയല്ലോ ഇത്. അപ്പോൾ എന്താ റീസൺ നമുക്കും അറിയാം. അപ്പൊ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോടതിയിൽ ഫസ്റ്റ് സീനുകൾ ഇതൊക്കെയാണ് നടക്കുന്നത്. എൻ്റെ രാഘവനുണ്ണി പറയുകയാണ് എൻ്റെ കക്ഷി, അതായത് കാർത്തിക്കിന്റെ അച്ഛൻ കുറുപ്പ് ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവാണ്, സമൂഹത്തിൽ വിലയുള്ള ആളാണ്. ഇതുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയാസ് മുഴുവന് നമ്മുടെ കാർത്തികല്ല, കാർത്തികിനെ ടോർച്ചർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കിയ ഒരു കേസാണിത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ കേസ് ക്യാൻസൽ ചെയ്ത് കളയണം എന്നൊക്കെ പറയണം. അപ്പൊ അങ്ങനെ ഈ കേസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ രാഘവനുണ്ണി അടിച്ച് കസറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലിക്കുട്ടിയും പത്മിനിയുടെ വേഗം ഭയങ്കര സ്പീഡിൽ സ്കൂട്ടറിലെത്തും. അത് കഴിഞ്ഞ് ഓടിച്ചാടി പെടച്ച് ഒരു വിധത്തിൽ കോടതിയുടെ ഉള്ളിൽ കറക്റ്റ് രാഘവനുണ്ണിയുടെ ഡയലോഗുകളൊക്കെ തീർന്ന സമയത്ത് എത്തിച്ചേരുകയാണ്. അപ്പോൾ നമുക്കറിയാം ഉറപ്പായിട്ടും ജഡ്ജ് ഫയർ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ അത് മുൻകൂട്ടി മനസ്സിലാക്കി അഞ്ജലി ഓൾറെഡി കോടതിയോട് പറയുകയാണ്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി, അതുകൊണ്ടാണ് ജഡ്ജ് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഞ്ജലിക്കുട്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ ജഡ്ജിന് അത് കാര്യം മനസ്സിലാവും. കാരണം വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര ഒരു കാര്യമല്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഘവനുണ്ണി അടിച്ച് കസറി, ഡയലോഗ് വീശി, അങ്ങനെ ഒരു വ്യക്തി നോക്കി കഴിഞ്ഞാൽ കേസ് രാഘവനുണ്ണിയുടെ സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ജഡ്ജ് എപ്പോഴും കുറച്ച് പെൺകുട്ടിയുടെ സൈഡിലല്ലേ നിൽക്കുക. എന്താണെങ്കിലും അഞ്ജലിക്കുട്ടി പറയും, ഇങ്ങനെ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി, ഞങ്ങൾ അതൊക്കെ തരണം ചെയ്താണ്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ജഡ്ജ് പറയും, ഓക്കെ അഞ്ജലി പറയാനുള്ളത് പറയും, നിങ്ങൾക്ക് പറയാനുള്ളത് പറയും എന്നൊക്കെ പറയും. അങ്ങനെ അഞ്ജലി സ്റ്റാർട്ട് ചെയ്യണം. അഞ്ജലി സ്റ്റാർട്ട് ചെയ്തിട്ട് പറയും, എനിക്കറിയാം എന്താണ് ഞാൻ എത്തുന്നതിന് മുമ്പ് ഈ രാഘവനുണ്ണി വക്കീൽ പറഞ്ഞത് എന്ന്. അതായത് ഇത് ഇല്ലാക്കഥയാണ്, അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമർത്ഥിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ രാഘവനുണ്ണി എന്തൊക്കെ പറഞ്ഞൊപ്പിച്ചാലും, ഈ കേസ് ഇല്ലാക്കഥയാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്ക് കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ളത് എൻ്റെ കയ്യിൽ ഒരു സുപ്രധാന തെളിവുണ്ട്. ഈ കാർത്തിക്കും കൂട്ടുകാരും ഈ പത്നിയെ പീഡിപ്പിക്കുന്നത്, ഉപദ്രവിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളടങ്ങിയ, അതായത് കുറുപ്പിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ജഡ്ജ് ശരി ഞെട്ടുമേ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ എന്തുകൊണ്ട് ഇത് നേരത്തെ സബ്മിറ്റ് ചെയ്യില്ല, അതിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജഡ്ജ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജലിക്കുട്ടി പറയും, ആ സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് മിസ്സായി. അത് കേൾക്കുമ്പോഴത്തേനും എന്താ പറയാ, ഈ രാഘവനുണ്ണിയുടെ കൂട്ടരൊക്കെ കൊടുത്ത് ഭയങ്കര ചിരിയാണ്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് രാഘവനുണ്ണിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അവരങ്ങോട്ട് പുച്ഛിച്ചിങ്ങനെ അഞ്ജലിയെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കോടതി പറയും, നിങ്ങൾ എന്താണ് ഈ പറയണത്, നിങ്ങൾ കോടതിയെ കളിയാക്കുകയാണോ? കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നു അങ്ങനെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്നും പറയുന്നു, പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നും പറയും. നിങ്ങൾ എന്താണ് കോടതിയെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് കുറച്ച് ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ അഞ്ജലി പറയും, പ്ലീസ് സാർ, എനിക്ക് കുറച്ചുകൂടി സമയം തരും, ഉറപ്പായിട്ടും ഞാനൊരു പോംവഴി കണ്ടെത്തും. അങ്ങനെ ഒരു CCTV ദൃശ്യങ്ങൾ ഉണ്ട്, അങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചുകൂടി സമയം തരണമെന്ന് നമ്മുടെ അഞ്ജലി റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ജഡ്ജ് പറയും, ഓക്കെ ശരി എനിക്ക് നോക്കാം, ഞാൻ സമയം തരാവുന്ന രീതിയിലൊക്കെ പുള്ളി പറയും. അപ്പത്തേനും രാഘവനുണ്ണി വീണ്ടും ചാടി വീഴുന്നു. രാഘവനുണ്ണി ചാടി വീണിട്ട് പറയും, അങ്ങനെ ഒരു CCTV ദൃശ്യങ്ങൾ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടെ പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് രാഘവനുണ്ണി അതിന് ഓപ്പോസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീടാണ് രാഘവനുണ്ണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കസറി ശരിക്കും പറഞ്ഞാൽ പത്മിയെ മാനസിക എടുത്ത് അകത്ത് കളയുന്ന ഒരു സീനാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഘവനുണ്ണി പറയും, എൻ്റെ കയ്യിലൊരു പെൻഡ്രൈവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെൻഡ്രൈവ് ജഡ്ജിന്റെ കയ്യിലേക്ക് കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയും, ഈ പെൻഡ്രൈവ് എന്താണെന്ന് ജഡ്ജ് ഒന്ന് കാണണം എന്ന് പറയും. അപ്പോൾ കോടതിയിൽ മുമ്പിൽ വെച്ചിട്ട് ആ സംഭവങ്ങൾ ലാപ്ടോപ്പിൽ സ്ക്രീനിൽ പ്ലേ ചെയ്യാണ്. നോക്കുമ്പോൾ നമ്മുടെ പത്മയുടെ പല ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ഫോട്ടോസുകൾ, അതുപോലെ തന്നെ കാർത്തിക്കിന്റെ ഒപ്പം വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, പ്രണയം തുളുമ്പി നിൽക്കുന്ന രീതിയിലൊക്കെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ചിത്രങ്ങളാണെന്ന് അത് കാണുമ്പോൾ തന്നെ അറിയാം.
കോടതിയെ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ശരിക്കുള്ള ചിത്രങ്ങളെ പോലെ എഡിറ്റ് ചെയ്ത് അത്രയും ഒറിജിനാലിറ്റിയോട് കൂടി ആ ചിത്രങ്ങൾ ഉണ്ടാക്കി ഇരിക്കുകയാണ്. അപ്പോൾ രാഘവനുണ്ണി പറയും, കണ്ടോ കാർത്തിക് ഇപ്പം ചേർന്നുള്ള ചിത്രങ്ങളുണ്ട്, ഇനിയുള്ള ചിത്രങ്ങളൊന്നും കാട്ടാൻ പറ്റില്ല, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ കോടതിക്കും ദേഷ്യം പറ്റും, നിങ്ങൾ എന്താണ് സ്ഥാപിക്കാനായിട്ട് നോക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ഈ പത്മ എന്ന് പറയുന്ന പെൺകുട്ടി സുന്ദരിയാണ്, അതാണ് ഇതാണ്, പക്ഷെ അവൾ വളരെ മോശം ഒരു മനസ്സിന് ഉടമയാണ്. അവള് വലിയ വീട്ടിലെ ആണുങ്ങളെ വളച്ചെടുക്കുകയും അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചെടുക്കുകയും പണമൊക്കെയാണ് അവളുടെ ലക്ഷ്യം. കാർത്തികിനോട് പോലും 5 ലക്ഷം രൂപ പണം ആവശ്യപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇന്റിമേറ്റ് ചിത്രങ്ങൾ പുറത്തുവിടുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോഴത്തേന് പത്മ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്നൊരു സീനുകളാണ്. ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയും ആകെ തളർന്നു പോകും. ഇത്രയും നെറുകെട്ട ഒരു കളി ഈ രാഘവനുണ്ണി കളിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അഞ്ജലിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ട് രീതിയിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് രാഘവനുണ്ണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവങ്ങളോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പത്മയും മാനസികമായിട്ട് തകർന്നു, അഞ്ജലിയും വല്ലാത്തൊരു ഷോക്കിൽ തന്നെയാണ് കോടതി മുറിയിൽ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡുകൾ തീരുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ രാത്രിയിൽ TV-യിൽ തന്നെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എന്താണെങ്കിലും വൈകിട്ടത്തെ പ്രൊമോ ആയിട്ട് നമ്മൾ വരാം. കൂടുതൽ വീഡിയോസിനെയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ.